വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ആലപ്പുഴയുടെ കായൽ കാഴ്ചകളിലൂടെയുള്ള ഷിക്കാര യാത്രയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുട്ടനാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ നയനമനോഹരമായ കാഴ്ചകളിലേക്കൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് വെൽക്കം ചെയ്യുന്നത്. കൂടാതെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് ബി ഹാപ്പി വിത്ത് രശ്മി എന്നായിരുന്നത് ഇപ്പോൾ ഹാപ്പി ജേണി രശ്മി എന്നൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചാനലിലെടുത്തോളം കാലം ഹാപ്പി ജേണി രശ്മി തന്നെയായിരിക്കും. അപ്പോൾ ഹാപ്പി ജേണി രശ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ടായി. ഇത് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട, ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ഷിക്കാര വള്ളങ്ങളുടെ സ്റ്റാൻഡ്. അതായത് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരുപാട് ഷിക്കാരാസ് ഇങ്ങനെ ലൈനായിട്ട് കിടപ്പുണ്ടാവും. അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. ഈ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഇതിൽ കയറി നമുക്ക് പോകാം. മണിക്കൂറിൽ വെച്ചിട്ടാണ് പൈസയൊക്കെ കേട്ടോ. അവർ ഓരോരുത്തരും പറയും ഓരോ ഷിക്കാര വള്ളത്തിൻ്റെയും അളവും വലിപ്പവും സൗകര്യമൊക്കെ പോലെ ഇരിക്കും. ഒരു 12 പേർക്ക് മിനിമം യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ഷിക്കാര. ബോട്ടിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ് സ്പേസ് ഉള്ളത്. ഇത് നല്ലൊരു അടിപൊളി സ്പേസാണ്. ഇവിടെ കുഷ്യനൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലിങ്ങനെ കയറിയിരിക്കാനും കിടക്കാനും ഒക്കെ നല്ല രസമാണ് യാത്ര ചെയ്യുമ്പോൾ. നമ്മൾ ടൈറ്റാനിക്കിൻ്റെ ഷിപ്പ് പോകുന്ന പോലെ തന്നെ ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ മുകളിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതേ ഒരു ഫീലാട്ടോ. നല്ല കാറ്റുണ്ട്, നല്ലൊരു ആംബിയൻസ് ആണ്. ഒരു പ്രത്യേക ഒരു വൈബാട്ടോ ഈ ഒരു യാത്ര. ദാ റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് കുറേ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. കായലിലെ ഫുഡൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും ലഞ്ചും ഒക്കെ കിട്ടുന്ന കുറേ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. കായലിലെ കരിമീനും ചെമ്മീൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഷിക്കാര കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൈം ഏകദേശം 1:30 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളും അങ്ങോട്ടേക്ക് പോവാണ്. നിങ്ങളെ കാണിച്ചു തരാം. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, ഫുഡ് മാത്രമല്ല. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ, അതാ കാണുന്നില്ലേ പരുന്തിന് തലയിലും ദേഹത്ത് കയ്യിലൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ വളർത്തുന്ന, അതായത് ഫുഡൊക്കെ കൊടുത്ത് ഇവർ ഇണക്കിയെടുത്തിട്ടുള്ള പരുന്ത് കേട്ടോ. ഇത് കുഞ്ഞിലേ കിട്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് മുഴുവൻ പാടമാണ് കേട്ടോ, നെൽപ്പാടം. ആ പാടം വരുമ്പോഴത്തെ 2 പരുന്തുകുട്ടന്മാർ ഇരിപ്പുണ്ട്. ഈ പരുന്തുകൾക്ക് 2 പേരും വെച്ചിട്ടുള്ളത് ഒരു ഫോട്ടോ എടുക്കാൻ 20 രൂപ കേട്ടോ. ഒരു ഫോട്ടോ ഇതിനെ വെച്ച് നമ്മുടെ ദേഹത്ത് കയ്യിലൊക്കെ വെച്ച് തലയിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് 20 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട് ആ ചേട്ടൻ. മറ്റേത് അങ്ങനെയല്ല കേട്ടോ, അത് ഫ്രീ ആയിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ആ ഡ്രൈവർ ചേട്ടൻ കഴിച്ചിട്ട് പോന്നു. പിന്നെ ഇറങ്ങുന്നവരെല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി കഴിച്ചിട്ട് വന്നതുകൊണ്ടാണ് കഴിക്കാൻ പറ്റിയില്ല. യാത്ര തുടരുകയാണ്. ഇനിയാണ് നല്ല ഒരുപാട് കാഴ്ചകളിലേക്കാട്ടോ പോകുന്നത്. വന്നോളൂ. ഇനിയിപ്പോൾ ഞാൻ ഡ്രൈവറേട്ടിനോട് പറഞ്ഞു എനിക്കിങ്ങനെ ചെറിയ കനാൽ പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഇതേപോലെ നാരോ പാത്തായിട്ടുള്ള, അതായത് നമ്മളുടെ ഇത് ആക്ച്വലി ഇവരുടെ റോഡാണിത്. ആക്ച്വലി ഇതിൽ പോക്കറ്റ് റോഡെന്ന് പറയാം. അങ്ങനെയുള്ള ചെറിയ കനാലുകളിലൂടെ പോകണം എന്ന് പറഞ്ഞു ഞാൻ. എനിക്ക് അവിടെയൊക്കെ നല്ല വിഷ്വൽസ് ഉണ്ടാവും. പക്ഷേ ഈ ഷിക്കാരയ്ക്ക് പോകാനൊരു പരിധി ഉണ്ട് കേട്ടോ. ചെറിയ വള്ളങ്ങളിലൊക്കെ പോകുന്നതെങ്കിൽ ഏറ്റവും ചെറിയ പാത്തുകളിലൂടെയൊക്കെ പോയിട്ട് നല്ല വിഷ്വൽസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാനെ. എന്നാൽ ഇതിനെക്കൊണ്ട് പറ്റുന്ന അത്രയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. അപ്പം നമുക്ക് അങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ പോകാം. അപ്പം നിറയെ വീടുകളും ഇവിടുത്തെ ഈ വില്ലേജൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. വന്നോളൂ. Anywhere you say, anywhere. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊന്നും പുഴയല്ല കേട്ടോ, അത് ഫുൾ നെൽപ്പാടമാണ് കാണുന്നത്. ശരിക്കും വെള്ളം കയറിയിട്ട്
അത്രയധികം വെള്ളം കയറിയെന്ന് അവർ പറയുന്നുണ്ട്. ഈ മട പൊട്ടി, അതായത് ഇപ്പം നമ്മൾ ഈ പോകുന്ന ഈ വെള്ളമില്ലേ, ഇത് മട വെച്ച് കെട്ടി അവരെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവിടെ പാടം കൃഷി ചെയ്യുന്നത്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡും അങ്ങനെ തന്നെ. ആ റൈറ്റ് സൈഡ് കാണുന്ന അത് പാടമാണ്, കാണുന്ന വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുന്നത്, പുഴ പോലെ ഒരു കടൽ പോലെ തടാകം പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അത് ആക്ച്വലി ഇവിടെ നിന്ന് വെള്ളം കയറി അങ്ങോട്ടേക്ക് പോയിട്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും അവർക്ക് മോട്ടർ വെച്ചൊന്നും അടിച്ച് മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയേറെ വെള്ളം കയറി പോയിട്ടുണ്ട് ഇത്തവണ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷിയൊന്നും അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. റൈറ്റ് സൈഡ് മുഴുവൻ അങ്ങനെ തന്നെ എടുക്കുക. ഡെയിലി കുട്ടനാട്ടിൽ വന്നിട്ട് താറാവിനെ കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ, അധികം ഒന്നും കണ്ടില്ലായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൈഡ് മുഴുവൻ ഇങ്ങനെ ഇത്തവണ നെൽകൃഷി ഇല്ല, മൊത്തം വെള്ളമായിട്ട് തന്നെ കിടക്കുകയാണ്. പിന്നെ ഇവിടെയുള്ളവരൊക്കെ ഈ അലക്കൽ കുളിക്കലൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെയാണ്. ഓരോ വീടിനും ഓരോ കടവുണ്ട് കേട്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് എല്ലാവരും വന്നിട്ട് തുണിയൊക്കെ കഴുകും എല്ലാം ചെയ്യുന്നതും പിന്നെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതും ഒക്കെ. ഇവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെയാണ് അവരുടെ ആ ഒരു കൽപ്പടവ്. അങ്ങനെ പിന്നെ നല്ല കാറ്റാണ്. ഇവിടെയുള്ളവർക്ക് ആർക്കും ഫാനും എ സി ഒന്നും വേണ്ടി വരില്ല. കറണ്ട് ചാർജൊക്കെ വളരെ കുറവായിരിക്കും മിക്കവാറും. പിന്നെ നല്ലൊരു ആംബിയൻസാണ്, അത്രയ്ക്കും നല്ല രസമാണ് ഇവിടെയൊക്കെ. ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ വരണം കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും. എനിക്കിത് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഹായ് എന്ന് തോന്നും, പക്ഷേ ഇതൊന്ന് വന്നിട്ട് അനുഭവിക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ കിട്ടുന്നൊരു ഫീൽ എന്താണെന്നുള്ളത്. അത് ഒരിക്കലെങ്കിലും വരിക. അപ്പോൾ അതായത് കണ്ടോ, ഈ വീടുകളൊക്കെ ഇങ്ങനെ കല്ല് കെട്ടിയിട്ട് ശരിക്കും നമ്മുടെ റോഡ് സൈഡിൽ വീട്, ചെറിയ റോഡിൻ്റെ സൈഡിൽ വീട് വെച്ചിട്ട് മതിൽ കെട്ടി വെച്ചിരിക്കണ പോലെ തന്നെയാണ് ഇത്. ആക്ച്വലി ഇത് ഇവരുടെ റോഡ് തന്നെയാണ്. ഇവർ നല്ല പ്രായമുള്ള അമ്മമാർ വരെ ഇത് ഈ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി ഇങ്ങ് വന്നിട്ട് നേരെ ഇതേപോലത്തെ ചെറിയ വെള്ളമില്ലേ അതിലേക്ക് കയറിയിട്ട് മോട്ടർ വെച്ചിട്ടുള്ള വെള്ളം ജസ്റ്റ് പറക്കം റോക്കറ്റ് വിട്ട പോലെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാഴ്ച ഇത്തവണ ഇല്ല കേട്ടോ, കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും ഞാൻ ഈ അതിശയം വന്നു. നല്ല ഏജായിട്ടുള്ള ഒരു ലേഡി ഒറ്റയ്ക്ക്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ അവർ പോകുന്നത് ജസ്റ്റ് സ്കൂട്ടറൊക്കെ എടുത്ത് ഓടിച്ച് പോകുന്ന പോലെ അങ്ങ് പോവുകയാണ്. എല്ലാവരും അതെ, ഓരോ ആവശ്യങ്ങൾക്കും ഇവർ ഈ വള്ളത്തിലാണ് ആശ്രയിക്കുന്നത് ഇവിടെ ഉള്ളവരൊക്കെ. എന്താ പറയുക, ഇതുപോലെ കള്ള് ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് കള്ള് ഷാപ്പിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം അവിടുത്തെ കാഴ്ചകളൊക്കെ. വരും. അയാൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇതാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയ കള്ളാണിത്. ആക്ച്വലി ഒന്നിനും കൊള്ളില്ല കേട്ടോ, എന്തോ ഒരു പുളിയോ ടേസ്റ്റ് ഒന്നും ഇല്ല, എന്തൊരു കഴിക്കണേ പുളിക്കണേ പോലെയൊക്കെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് കളയാനും വയ്യ, ഒന്നിനും വയ്യാത്തൊരവസ്ഥയായി. ഇത് കപ്പൊക്കെ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്കൊന്നും ഇടാൻ എനിക്ക് തോന്നുന്നില്ല. ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ആക്ച്വലി. പിന്നെ അവിടെ നിന്ന് ഒരു ബീഫ് റോസ്റ്റ് വാങ്ങിച്ചായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ലൈഫിൽ ഇതുവരെ ഇത്രയും ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയായിരുന്നു. ഇതാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നെൽപ്പാടങ്ങളൊക്കെ. നല്ല രീതിയിൽ നെല്ല് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡ് മുഴുവൻ. ഇതുപോലെ തന്നെയാണ് ആക്ച്വലി റൈറ്റ് സൈഡ് ഉണ്ടാവേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ നടുക്കൂടി ഇങ്ങനെ കായലിലൂടെ പോകുന്ന ഭയങ്കര ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു വിഷ്വലാട്ടോ അതൊക്കെ. ഇതിലൂടെ വന്നിട്ടുണ്ട് പലതവണ. പിന്നെ ഹൗസ് ബോട്ടിലും വന്നിട്ടുണ്ട്, ഷിക്കാരയിലും പലതവണ വന്നിട്ടുണ്ട്. എനിക്കിഷ്ടം ഷിക്കാരയിൽ പോരാനാണ് കേട്ടോ. ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ കാറിൽ അടച്ചുപൂട്ടി AC ഒക്കെ ഇട്ടിട്ട് പോകില്ലേ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൗസ് ബോട്ട്. ഷിക്കാര എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബൈക്കിൽ നമ്മൾ റോഡിലൂടെ പോകുന്ന ഫീലാണ്. എനിക്ക് ഷിക്കാരയിൽ പോകാനാണ് ഇഷ്ടം. അതാ ഒരു പാൽക്കാരൻ പോകുന്നത് കണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ എന്നുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ. ഇവരെല്ലാം വണ്ടി, അതായത് 2 വീലറും കാറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം അവർ ഇതൊക്കെ തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓരോരോ ആവശ്യക്കാർ ഓരോ ജോലികളൊക്കെ അവർ ഇതിൽ കൂടിയാണ് ഇങ്ങനെ പോകാൻ വരൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഒരു സിനിമ ലൊക്കേഷനിലേക്കാട്ടോ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അതായത് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയെന്നോ അങ്ങനെ ഒരു ഫിലിം ഉണ്ടല്ലോ, കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഫിലിം. ഈ ലൊക്കേഷൻ ഇവിടെ ആലപ്പുഴയിലെ ഒരു വില്ലേജായിരുന്നു അതിൻ്റെ ഫുൾ വിഷ്വൽ എടുത്തിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തോട്ടെത്തിയപ്പം വെള്ളത്തിൻ്റെ ടോണൊക്കെ മാറി കേട്ടോ, കാണാനുള്ള കളറും മാറി, അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി, നല്ല ഷെയ്ക്കിംഗ് ആയി. ശരിക്കും പറഞ്ഞാൽ കടലിൽ കൂടി പോകുന്ന അവസ്ഥയിലെത്തി. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് വരികയാണ് നമ്മൾ. അതാ നിങ്ങൾ കണ്ടോളൂ. കൈനക്കരി എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്.
സ്റ്റീലിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ള പോലെയാണ് ഇവിടെ നിൽക്കുന്നത്. കായലിൻ്റെ ഒരു ടെക്സ്ചർ അല്ല വെള്ളത്തിനുള്ളത്, നല്ല ഷെയ്ക്കിംഗ് ആണ് ഇവിടെ. അപ്പോൾ ദാ ഈ ബോട്ടിലൊക്കെ വെള്ളം കിടന്നിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഒത്തിരി ഉണ്ട് ഉപ്പിലിട്ടതൊക്കെ. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇരുന്നിട്ടാന്ന് തോന്നണൊക്കെ ഇങ്ങനെ കേടായ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല തിരക്കാട്ടോ, ഒരുപാട് പേര് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളീസ് ഇവിടെ ഞാൻ നോക്കിയിട്ട് കുറവും, അവരൊക്കെയാണ് കൂടുതലും കാണുന്നത്. മറ്റ് അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ. ഈ ഫോട്ടോഷൂട്ടും പിന്നെ സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനും വെഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങളും അല്ലാതെ നമ്മളെ പോലുള്ളവരുടെ ഫോട്ടോ റീൽസൊക്കെ എടുക്കാനൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാത്തുണ്ടല്ലോ, പാലം പോലെ അങ്ങ് പണിത് വെച്ചേക്കണം. അത് സ്ട്രെയിറ്റ് അങ്ങ് ആ അക്കരെ വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട്. അതങ്ങ് നടന്ന് ചെന്നിട്ട് ആ വില്ലേജിലായിരുന്നു കേട്ടോ ആ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അത്രത്തോളം നടന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഷിക്കാര അയാൾക്ക് അത്രയും വെയിറ്റ് ചെയ്ത് പ്രശ്നമായാലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതും നമ്മളിപ്പോൾ കണ്ടുപോകുന്ന വില്ലേജ് പോലെയൊക്കെ തന്നെ, നമ്മൾ ആ ഫിലിമിൽ കണ്ടില്ലേ ആ സ്പേസ്, ആ സ്ഥലം. ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിന് പോകാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് സെപ്പറേറ്റ് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ ഇവിടെ ഉണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു നടുക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിനി കുറേ കാഴ്ചകൾ ഇനിയുണ്ട് കാണാനായിട്ട്. അതുകൊണ്ടാട്ടോ പെട്ടെന്ന് ഓരോ സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ കാഴ്ചയൊന്നും കണ്ട് തീരില്ല എന്നാണ് ആ ചേട്ടൻ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു, എത്ര സമയം ഇതിനകത്ത് നമുക്ക് കാണാനുണ്ട് ഇങ്ങനെ കറങ്ങിപ്പോയാലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ രാവിലെ കയറിയാലും നമുക്ക് അതായത് സൺസെറ്റ് വരെ കാണാനുള്ള കാഴ്ചകൾ ഒരു ദിവസത്തേക്കുള്ളതുണ്ട് ആക്ച്വലി. പക്ഷേ നമ്മൾക്ക് ടൈം അനുസരിച്ച് നമുക്ക് കയ്യിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യാനുള്ളൂ എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന സ്പോട്ടുകളിലേക്ക് അവർ കൊണ്ടുപോകും. നമ്മളിപ്പോൾ ഇതാ ഈ വെള്ളത്തിൽ ഷിക്കാരയിൽ ഞങ്ങളിങ്ങോട്ട് ചേർത്തിങ്ങ് നിർത്താൻ പോവാണ്. പാടം നോക്കിക്കേ, താഴേലാണ്. ഇപ്പം നമ്മുടെ വാട്ടർ ലെവൽ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഷിക്കാരയിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആ പാടത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്ലോപ്പ് ഇങ്ങനെ താഴേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണം. വെള്ളത്തിൻ്റെ ലെവൽ മേളിലും ഭൂമിയുടെ ലെവൽ താഴേക്കുമാണ്. അതായത് സീ ലെവലിൽ നിന്ന് ഭൂമിയുടെ ലെവൽ താഴേലാണ് ഈ ഭാഗം ആലപ്പുഴ മൊത്തത്തിലുള്ളത്. അതാണ് ഈ കാണുന്നത്. ഈ വെള്ളം ഇങ്ങനെ ആ വാട്ടർ ബോഡി ഉണ്ടല്ലോ, പുഴ, അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് ഫാമിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ പാടത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ആ ബണ്ടിനകത്ത് കൂടി ട്രാപ്പ് എടുത്തിട്ട് ഓസ് പോലെ, ഓസല്ലാതെ എന്തോ സംതിങ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ പാടത്തിലേക്ക് അവർ വെള്ളം സപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം പൊട്ടി കയറിയിട്ടില്ല, മട പൊട്ടി കയറുക എന്നാണ് പറയുന്നത്. വെള്ളം അങ്ങനെ കയറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നല്ല രീതിയിൽ ഫാമിങ്ങിന് നന്നായിട്ട് നെൽകൃഷി ഇപ്പം നന്നായിട്ട് നിൽപ്പുണ്ട്. കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കിടപ്പുണ്ട്. ആക്ച്വലി ഞാനിങ്ങനെ ഒരു നെൽപ്പാടത്തുനിന്ന് ആദ്യമായിട്ടാട്ടോ ഞാൻ ഇറങ്ങാൻ പോകുന്നത്. ഞാൻ ഇറങ്ങിയിട്ടില്ല. നല്ലൊരു കാഴ്ച കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളറുണ്ടല്ലോ, ഗ്രീൻ, അത് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് വൈബാട്ടോ തരുന്ന ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. പിന്നെ നല്ല കാറ്റും. അവിടെ പാടത്തിൻ്റെ ആ അറ്റത്ത് എന്തോ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, പാടത്തെ പണി. അങ്ങനെ കുറേ പേര് അവിടെ ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് കണ്ടായിരുന്നു. ഞാൻ സൂം ചെയ്തിട്ട് നോക്കിയതാണ്. ഇതാ നോക്കിക്കോട്ടോ, ഞാനിപ്പോൾ ഷിക്കാരയിലേക്ക് കയറാൻ പോവാം. ഷിക്കാര ഇതാ കിടക്കുന്നുണ്ടോ മുകളിൽ, വെള്ളത്തിൽ കിടക്കാം മുകളിൽ. ഇനി കയറി ചെന്നിട്ട് വേണം വെള്ളത്തിൽ ഷിക്കാരയുടെ അകത്ത് കയറാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വളരെ ഡിഫറെൻ്റ് അല്ലേ ഈ ഒരു കാഴ്ച.
എന്തൊക്കെയോ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു വീടുകളിലൊക്കെ. കുറച്ച് ചെയറൊക്കെ ഇട്ട് പുറത്തൊക്കെ ഇരിക്കുന്നു. നല്ല സുഖമല്ലേ കാറ്റൊക്കെ കൊണ്ട് ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ. ഇവരുടെയൊക്കെ ബസ് സ്റ്റോപ്പ് പോലെ ആയിരിക്കുമല്ലേ അതായത് ബോട്ട് ജെട്ടിയോ സംതിങ്, എനിക്കറിയില്ല എന്താണ്. അതായത് ഇത് പിന്നെ ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ റോഡിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, ഒത്തിരി അതുപോലെ പോവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ വന്നൊരു കായലിലൂടെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും. നമ്മളുടെ ഷിക്കാര ദാ കൊണ്ടുവന്ന് ഇറക്കാൻ പോവാം കേട്ടോ ഞങ്ങളെയൊക്കെ. ഇവിടെ നിന്നാണ് ഞങ്ങൾ കയറിയതും. ഇവിടെയാണ് വന്നിറങ്ങേണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഈ യാത്ര? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ഒന്ന് അടിച്ചേക്കണേ. കമൻറ്റൊക്കെ അറിയിച്ച് എന്നെ ഒന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നുള്ളതൊക്കെ ഇങ്ങോട്ട് കമൻറ്റായിട്ട് പോരട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. ഇതും ഇതിലപ്പുറമുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.